നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അമ്മയിൽ കൂട്ടരാജി. മോഹൻലാൽ ഉൾപ്പെടെ കമ്മിറ്റിയിലെ എല്ലാവരും രാജിവെച്ചു. താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജി. മോഹൻലാൽ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 17 അംഗങ്ങളും രാജിവെച്ചു. ഇനി അഡോഹക് കമ്മിറ്റി 2 മാസത്തിന് ശേഷം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് വിവരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു. മുകേഷിനെതിരായ പരാതി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മുകേഷ് MLAക്കെതിരായ ലൈംഗിക പീഡനാരോപണങ്ങളിൽ CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ അതിരൂക്ഷ വിമർശനം. മുകേഷിനെതിരായ പരാതി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് യോഗത്തിൽ വിമർശനം ഉയർന്നു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് to KSRTC ബസ് സ്റ്റാൻഡ് അങ്കമാലി. Our sister concern City Wear and City Shoes Angamali. Number 048424555555. മോഹൻലാലിന്റെ രാജി ഞെട്ടിച്ചു. സംഘടനയുടെ തലപ്പത്തേക്ക് പൃഥ്വിരാജ് വരണം. ശ്വേത മേനോൻ. മോഹൻലാൽ അടക്കമുള്ള അമ്മ സംഘടനയുടെ ഭരണസമിതി കൂട്ടരാജി ഞെട്ടിച്ചുവെന്ന് നടിയും അമ്മ അംഗവുമായ ശ്വേത മേനോൻ പറഞ്ഞു. പുതിയ ആളുകൾ നേതൃനിരയിലേക്ക് വരട്ടെയെന്നും പൃഥ്വിരാജ് പ്രസിഡന്റായി വരണമെന്നും ശ്വേത മേനോൻ പറഞ്ഞു. ഇത്രയും സ്ത്രീകൾ മുന്നോട്ട് വന്നത് സല്യൂട്ട് ചെയ്യുകയാണെന്ന് ശ്വേത മേനോൻ പറഞ്ഞു. മോഹൻലാൽ പ്രസിഡന്റായി ഇല്ലെങ്കിൽ പൃഥ്വിരാജിനെയാണ് പ്രസിഡന്റായി താൻ കാണുന്നതെന്നും നടി ശ്വേത മേനോൻ പറഞ്ഞു. തെറ്റുകാരെ സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ നിലപാടല്ല. മുകേഷിന് പാർട്ടി സംരക്ഷണം ഇല്ല. കെ രാധാകൃഷ്ണൻ MP. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കേണ്ട ആവശ്യം സംസ്ഥാന സർക്കാരിന് വന്നിട്ടില്ലെന്ന് കെ രാധാകൃഷ്ണൻ MP. കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് ആശയക്കുഴപ്പമുണ്ടായിട്ടില്ല. തെറ്റുകാരെ സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ നിലപാടല്ല. മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന ആരോപണം തെറ്റെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കുറ്റാരോപിതർ എത്ര ഉന്നതരായാലും പാർട്ടി അവരെ സംരക്ഷിക്കില്ല. തെറ്റ് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടിക്ക് സർക്കാർ നിർദ്ദേശം നൽകും, അദ്ദേഹം പറഞ്ഞു. ബീഹാറിൽ പുതിയതായി നിർമ്മിച്ച നാഷണൽ ഹൈവേ മേൽപ്പാലത്തിൽ ഗർത്തം. ബീഹാറിലെ വൈശാലി ജില്ലയിൽ പുതിയതായി നിർമ്മിച്ച NH-31 മേൽപ്പാലത്തിന്റെ ഒരു ഭാഗം തകർന്നതായി റിപ്പോർട്ട്. ദേശീയപാത 31-ലെ രാമാശിഷ് ചൌക്കിലെ മേൽപ്പാലത്തിലാണ് ഗർത്തം രൂപപ്പെട്ടത്. പാലത്തിലൂടെ യാത്ര ചെയ്തിരുന്നവരാണ് കുഴി രൂപപ്പെട്ടതായി കണ്ടത്. പിന്നീട് ചുവന്ന തുണി കെട്ടി ജാഗ്രതാ നിർദ്ദേശം നൽകുകയായിരുന്നു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ബീഹാറിൽ നിരവധി പാലങ്ങളും കല്ലുകളും തകർന്നു വീണിരുന്നു. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം സമ്പുഷ്ടം.
സുരേഷ് ഗോപിക്കെതിരെ AIYF മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളിയതിന് പൊതുസമൂഹത്തോട് മാപ്പു പറയണം. തൃശൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പ്രകോപിതനായി അവരെ കയ്യേറ്റം ചെയ്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് AIYF സംസ്ഥാന എക്സിക്യൂട്ടീവ്. വിമർശനങ്ങളോടും വിയോജിപ്പുകളോടും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന സുരേഷ് ഗോപി ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അപമാനമാണ്. മുൻപ് തന്നോട് പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോടുള്ള മോശം സമീപനത്തിന്റെ പേരിലും സുരേഷ് ഗോപി വിവാദം സൃഷ്ടിച്ചിരുന്നുവെന്ന് AIYF ചൂണ്ടിക്കാട്ടി. ആക്ഷൻ ഓൺ ഹേമ റിപ്പോർട്ട് മുദ്രാവാക്യവുമായി കോൺഗ്രസ് വൻ പ്രക്ഷോഭത്തിലേക്ക്. പ്രതിഷേധ കൂട്ടായ്മ പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കുറ്റാരോപിതരായവർക്കെതിരെ കേസെടുക്കുക, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കുക, ആരോപണങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 29-ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി M. ലിജു അറിയിച്ചു. മോഹൻലാലിന്റേത് പോസിറ്റീവായ സമീപനം. ഭരണം പൃഥ്വിരാജിനെ പോലെയുള്ളവർക്ക് നൽകണം സംവിധായകൻ വിനയൻ. അമ്മയുടെ തീരുമാനം പ്രശംസനീയമാണെന്ന് സംവിധായകൻ വിനയൻ. ഈ നീക്കം ശുദ്ധീകരണത്തിന് വേണ്ടിയാകണം. പൃഥ്വിരാജിനെ പോലെയുള്ള യുവനടന്മാർ നടത്തിയത് മാതൃകാപരമായ കാര്യങ്ങൾ. ഭരണം പൃഥ്വിരാജിനെ പോലെയുള്ള യുവനടന്മാർക്ക് നൽകണം. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ നേരെയാക്കാനാകും ഈ തീരുമാനം. മോഹൻലാലിന്റേത് പോസിറ്റീവായ ഇടപെടലെന്ന് വിനയൻ പറഞ്ഞു. കോഴിക്കോട് വീട്ടമ്മയ്ക്ക് നേരെ കത്തി കാണിച്ച് ഭീഷണി. 5 പവൻ മാല മോഷ്ടിച്ചു. കോഴിക്കോട് വീട്ടമ്മയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണമാല കവർന്നു. ഒളവണ്ണയിലാണ് സംഭവം. ചന്ദ്രശേഖരൻ നായരുടെ ഭാര്യ വിജയകുമാരിയുടെ കഴുത്തിലണിഞ്ഞ 5 പവന്റെ സ്വർണമാലയാണ് കവർന്നത്. ഇന്ന് പുലർച്ചെ 5:50ഓടെയാണ് മോഷണം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.